അതായത് നമ്മൾ പൈസ കൊടുക്കണ്ട, എനിക്ക് വേണ്ടി മറ്റൊരാൾ ഒരു ശക്തി, നിങ്ങൾക്ക് അവിടെ എത്താൻ യോഗം ഉണ്ടെങ്കിൽ ഒരു ശക്തി നിങ്ങൾക്ക് ആ പൈസ അവിടെ എത്തിക്കും എന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു. അതാണ് മിറക്കിൾ. ഇദ്ദേഹം പറയുന്നത് മിറക്കിൾ. ഇന്നിപ്പോൾ തുറന്ന് ജനങ്ങളോട്, പൊതുജനങ്ങളോടാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മുടെ ടേം അതാണ്. അപ്പോൾ ഇയാളുടെ നിന്ന് 6 കോടി രൂപ കിട്ടും, 3 കോടി രൂപ മറ്റേയാൾക്ക് പോകും. നമുക്ക് ഭൗതികമായ അല്ലെങ്കിൽ സാമൂഹികമായ ഒരു പ്രതിസന്ധിയും വരുന്നില്ല. എല്ലാത്തിനും അവിടെ സൊല്യൂഷൻ ഉണ്ട്. എല്ലാം മിറക്കിളിലൂടെ നമ്മളിലേക്ക് എത്തും. മോസാൻ എത്തിക്കും. ഗ്രൂപ്പിലുള്ള പരസ്പരം ഒന്നും സംസാരിക്കരുത് എന്ന് നിയമമുണ്ട്. സംസാരിച്ച പുറത്താക്കും. പക്ഷേ എനിക്ക് 2 ആഴ്ചക്ക് കടമായിട്ടാണ് 50,000 രൂപ തന്നതെന്നും അത് വെളിപ്പെടുത്തി അതിൻ്റെ റെസിപ്റ്റ് കൊടുത്ത ആളിനെ എന്തുകൊണ്ട് നീ അന്ന് അയാളെ കോണ്ടാക്ട് ചെയ്തു എന്ന് പറഞ്ഞ് പുറത്താക്കിയിട്ടില്ല. അയാൾ വേറൊരു വലിയ സംവിധാനത്തിൻ്റെ, വലിയ തട്ടിപ്പ് കേന്ദ്രത്തിൻ്റെ ഒരു കണ്ണിയാണ്. ഹൈറിച്ച് എന്ന് പറഞ്ഞിട്ട്, ഹൈറിച്ച് പ്രതാപൻ. ഇന്ന് ഒരു വളരെ വ്യത്യസ്തമായ വിഷയങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. നമ്മളോട് സംസാരിക്കാൻ ഇന്ന് എത്തിയിരിക്കുന്നത് സത്യദാസ് രാമൻ. അദ്ദേഹം മറുനാടൻ മലയാളിക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ് ഞങ്ങൾ ഈ ഇൻ്റർവ്യൂവിന് ഒരു ആധാരമായി എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷം. മനുഷ്യാവകാശ പ്രവർത്തകനാണ്. മനുഷ്യൻ്റെ അവകാശങ്ങൾ എവിടെയൊക്കെ ലംഘിക്കുന്നു അവിടെയൊക്കെ സത്യദാസ് രാമൻ എന്ന് പറയുന്ന വ്യക്തി പ്രത്യക്ഷപ്പെടും. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ജോലിയിലേക്ക് പോകുന്നു. കുടുംബം എല്ലാം ഉണ്ട്. എനിക്ക് കുറേ കാലം മുമ്പ് ഒരു മൊഹസാൻ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞൊരു ലിങ്കുകളൊക്കെ ഞങ്ങളുടെ അറിയപ്പെടുന്ന കുറച്ച് സുഹൃത്തുക്കളുടെ വലയത്തിൽ വന്നായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ്, മറുനാടൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എനിക്കിതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം കിട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് ആപ്റ്റായിട്ട് ഒരാളില്ല. ഇതിൻ്റെ യാഥാർത്ഥ്യം പറയാൻ ഒരാൾ വേണമല്ലോ. ഇത് ഞാനിരുന്ന് പറയുമ്പോൾ എൻ്റെ തികച്ചും വ്യക്തിപരമാവും എന്നുള്ളൊരു വിഷമകത എനിക്കുണ്ട്. പിന്നെ ഈ ആധ്യാത്മിക മേഖലയിൽ ഇത്തരം കള്ളനാണയങ്ങൾ വരാൻ പാടില്ല, ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. സാമ്പത്തിക വിഷയങ്ങളാണ്. അവർ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ പിന്നിലോട്ട് പോയ ഭാഗം മാറ്റി മുന്നോട്ട് വരണം എന്ന് സാമ്പത്തികമൊന്നും ഇല്ലാത്ത വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളാണ് ഉള്ളത്. അവരാണ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങും ഇത്തരം സ്ഥലത്ത് എത്തിയ ഒരാളാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എങ്ങനെയായിരുന്നു ഈ മൊഹസാനിലേക്ക് അദ്ദേഹത്തിന് പോയതിന് ശേഷം പിന്നെ ഇങ്ങനെ ഒരു എതിർവാദം ഉന്നയിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഒറ്റ വാക്കാണ്. അതായത് ശ്രീനിവാസൻ സാറ് നമ്മളെ വിട്ടുപോയി. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ള സമയമുണ്ട് ദാസാ. അവിടെയാണ് അതാണ് നമ്മുടെ ഒരു ആപ്തവാക്യം. അവിടെ നമ്മൾ എടുക്കുകയാണ്. കാരണം താങ്കളുടെ മുമ്പ് സാധനം കിട്ടി, അതിനുശേഷം താങ്കൾ കുറച്ച് കാത്തിരിക്കേണ്ടി വന്നു. നമ്മൾ പരിചയപ്പെട്ടിട്ടും കുറേ നാളായിട്ടും ഇത് പലപ്പോഴും നമ്മൾ ഈ കാര്യം ഷൂട്ട് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചെങ്കിലും ഈ ഷൂട്ട് നീണ്ടുപോയി. പക്ഷേ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ഇന്നൊരു ദിവസം അതിന് വേണ്ടി വരികയും ഞാൻ തിരുവനന്തപുരത്തെത്തി ഈ താങ്കളുടെ സ്റ്റുഡിയോയിൽ ഇരുന്നത് എടുക്കുന്ന സമയത്ത് നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം നമ്മുടെ ദൗത്യം നമ്മൾ നിറവേറ്റുന്ന കാരണം അന്ന് ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്രയധികം അപ്ഡേറ്റ്സ് കിട്ടുമായിരുന്നില്ല. അന്നെല്ലാം ഇതിൻ്റെ പ്രാരംഭ ഘട്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നല്ലൊരു റിസൾട്ട് എത്തി നിൽക്കുന്ന സമയമാണ്. ഈ ഒരു സാഹചര്യം ആണ് താങ്കൾക്ക് വേണ്ടി കാത്തു വെച്ചതെന്നുള്ളതാണ് തീർച്ചയായും ഇന്ന് മനസ്സിലാക്കാനുള്ളത്, ജനങ്ങളോടും പറയാനുള്ളത്. അതായത് ഒരു കാര്യം ഞാൻ സത്യസന്ധമായി പറയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു മോസാൻ മിറാക്കിൾസ് എന്ന് പറയുന്ന മുഹമ്മദ് സനീബ് എന്ന് പറയുന്ന ആള്, കൊടുങ്ങല്ലൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സനീബ് എന്ന് പറയുന്ന കക്ഷി ഒരു 15ഓളം ആളുകളെ ചേർത്ത്, അതിനകത്തൊരു പോലീസ് ഉദ്യോഗസ്ഥയുണ്ട്, അവരെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു വലിയ ഒരു തട്ടിപ്പ് പദ്ധതി പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കാൻ. ഇതിൽ പലർക്കും അത് തട്ടിപ്പിലേക്കാണ് അവർ നടന്നെടുക്കുന്നതെന്നോ ചെയ്യുന്നതെന്നോ അവർക്ക് പലർക്കും ബോധ്യമില്ല. പക്ഷെ എനിക്ക് ബോധ്യമുണ്ടായിരുന്നു ഇത് തട്ടിപ്പ് പരിപാടിയാണെന്നും ഇത് ജനങ്ങൾ അറിയേണ്ട ജനങ്ങളല്ല, നിയമ സംവിധാനങ്ങൾ അറിയേണ്ട അത്യാവശ്യമാണെന്നും ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവിടേക്ക് ഞാൻ കയറിയത്. അങ്ങ് പിന്നെ 49,500 രൂപ കൊടുത്തിട്ട് 999 1 രൂപ കുറവ് 50,000. അങ്ങനെ ഇത് അറിഞ്ഞുകൊണ്ട് അങ്ങ് എന്തിനാണ് അങ്ങനെ ഒരു സാഹസത്തിൽ? അല്ല, ഇത് 2,500 രൂപയിൽ ഇദ്ദേഹം തുടങ്ങിയ ഒരു പരിപാടിയാണ്. 2,500 രൂപ തുടങ്ങി, അത് 5,000 വാങ്ങിച്ചു, പിന്നെ അത് 25,000 ആയി. പിന്നീടാണ് 49,999, ഞാൻ എത്തുമ്പോൾ 49,999 രൂപയാണ്. പക്ഷേ എനിക്കൊരു ചെറിയ ലീഡ് അവിടെ നിന്ന് കിട്ടിയിരുന്നു. നമ്മൾ ആ റൂമിൽ അല്ലെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് തുടങ്ങുന്ന മോർണിംഗ് പ്രെയറിൽ
നമ്മുടെ ഈ ആവശ്യം പറയുകയാണെങ്കിൽ ഒരാളും സ്വന്തം കയ്യിൽ നിന്ന് പൈസ തരേണ്ടതില്ല. നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ ആ പണം വേറൊരു ശക്തി നിങ്ങളുടെ കയ്യിൽ എത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം അതൊരു പരീക്ഷണമാണ്. ഓ, അതായത് നമ്മൾ പൈസ കൊടുക്കണ്ട, എനിക്ക് വേണ്ടി മറ്റൊരാൾ ഒരു ശക്തി, നിങ്ങൾക്ക് അവിടെ എത്താൻ യോഗം ഉണ്ടെങ്കിൽ ഒരു ശക്തി നിങ്ങൾക്ക് ആ പൈസ അവിടെ എത്തിക്കും എന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു. അതാണ് മിറക്കിൾ. ഇദ്ദേഹം പറയുന്നത് മിറക്കിൾ. അപ്പോൾ ഈ മിറക്കിൾ ഞാൻ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഞാൻ ആ മുറിയിൽ കയറി, ഇദ്ദേഹത്തിൻ്റെ മോർണിംഗ് പ്രയറിൽ കയറി. അത് യൂട്യൂബിൽ ലൈവായി പോയിക്കൊണ്ടിരിക്കുന്നത്, ജനങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് എൻ്റെ കാര്യം പറയാം. ഞാൻ പറഞ്ഞ ഉദാഹരണം ഇതാണ്. അതായത് പഴനിയിലേക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്നും പഴനി പോകുന്ന ഒരു പരിപാടിയുണ്ട്. പൈസ ഇല്ലാത്തവർ അടുത്ത 10 വീടുകളിൽ നിന്നും ഭിക്ഷ അയച്ചിട്ട് പോകും. അപ്പോൾ ഞാൻ 10 പേരിൽ നിന്ന് ഭിക്ഷ അയച്ചിട്ടാണെങ്കിൽ പോലും 5000 രൂപ ഭിക്ഷയായിട്ട് ചോദിച്ചിട്ടാണെങ്കിൽ പോലും ഇവിടെ കയറണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു ഞായറാഴ്ച പറയുന്നു, അന്ന് 11 മണിയാകുമ്പോഴത്തേക്കും എനിക്ക് കോള് വരുന്നു, സാർക്ക് അവിടെ കയറണമെങ്കിൽ ഞാൻ സഹായിക്കാം എന്നൊരാൾ പറയുന്നു. അപ്പോൾ എനിക്ക് മിറാക്കിളായി, അതിശയമായി. മിറാക്കിൾ സംഭവിച്ചു കഴിഞ്ഞു. അങ്ങയുടെ നമ്പർ ഉൾപ്പെടെ കൊടുത്തായിരുന്നു അവിടെ? ഫോൺ നമ്പർ കൊടുത്തു ഉൾപ്പെടെ നമ്മൾ അവിടെ ഇതിൽ കയറുമ്പോൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് നമ്പറൊക്കെ എടുക്കാം. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എൻ്റെ നമ്പർ എടുത്ത് ഒരാൾ എന്നെ വിളിക്കുന്നു, നാളെ 11 മണിയാകുമ്പോഴേക്കും ഞാൻ താങ്കൾക്ക് പൈസ തരാം, താങ്കൾ കയറണം, താങ്കളെപ്പോലുള്ളവർ അവിടെ വേണം, താങ്കൾ കയറുമ്പോൾ റെഫറൻസ് എൻ്റെ പേര് വെക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആവശ്യം. പിന്നെ ഞങ്ങൾ തമ്മിലൊരു വേറൊരു ടേം ഉണ്ട്. അതായത് ഇവിടെ നിന്ന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകും ഈ റൂമിനകത്ത് കയറിയാൽ. ഒരു 6 കോടി രൂപയോളം ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുന്നതാണ് അദ്ദേഹം നമുക്ക് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലൂടെ. അപ്പം നിങ്ങളിപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്നു, താങ്കളുടെ സ്റ്റുഡിയോ ഇതൊക്കെ ഒന്ന് വലുതാവും, അതിലൂടെ നിങ്ങൾക്കൊരു 6 കോടി രൂപ ഒരു വർഷം നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ആളുടെ ഓഫർ. അപ്പം അങ്ങനെ 6 കോടി എനിക്ക് കിട്ടുകയാണെങ്കിൽ ഒരു 3 കോടി രൂപ ഞാൻ അയാൾക്ക് കൊടുക്കണം. എനിക്ക് പൈസ തന്ന ആൾക്ക് കൊടുക്കണം. ഇതാണ് ടേം. ഞങ്ങൾ തമ്മിലുള്ള ടേം അതാണ്. പക്ഷെ അത് പിന്നീട് 2 ആഴ്ചത്തേക്ക് കടം വാങ്ങിച്ചതാണെന്നുള്ള രീതിയിലൊക്കെ വരുത്തി. അപ്പം ഞാൻ ഇന്നിപ്പോൾ തുറന്ന് പൊതുജനങ്ങളോടാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മുടെ ടേം അതാണ്. അപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് 6 കോടി രൂപ കിട്ടും, 3 കോടി രൂപ മറ്റേ ആൾക്ക് കൊടുക്കുക, 3 കോടി രൂപ ഞാൻ എടുക്കുക. അതാണ് എൻ്റെ ഒരു ടേം. എന്ന് മാത്രമല്ല, നമ്മുടെ ചെറിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പോലും നമുക്ക് അവിടെ പറഞ്ഞാൽ അവിടെ നമ്മൾ സഹായിക്കാൻ ആളുണ്ട്. നമുക്ക് സാമ്പത്തികമായ പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ വരുന്നില്ല, നമുക്ക് ഭൗതികമായ അല്ലെങ്കിൽ സാമൂഹികമായ ഒരു പ്രതിസന്ധിയും വരുന്നില്ല. എല്ലാത്തിനും അവിടെ സൊല്യൂഷനുണ്ട്. എല്ലാം മിറക്കിളിലൂടെ നമ്മളിലേക്ക് എത്തും. മോസാൻ എത്തിക്കും. അത് മോസാൻ എത്തിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് പരാതിയൊക്കെയായി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ 3ാമതൊരാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ച ആ തുകയുടെ റെസീപ്റ്റ് മോസാൻ്റെ ആൾ കൊണ്ടുവരുന്നു. അപ്പോൾ മനസ്സിലായി. ഈ റെസീപ്റ്റ് കൊണ്ടുവന്ന് തരുമ്പോൾ ഇയാൾ അതിനോട് പറയുന്നത് എന്താ വെച്ചാൽ, വീട്ടിൽ പരിശോധന കഴിഞ്ഞ് പോകാമെന്നെങ്കിലും ഇൻസ്പെക്ടറോട് ഈ ബെഞ്ചിനടി കൂടെ പരിശോധിക്കണം, ഇവിടെ അവരുണ്ടാവുന്നുള്ളത് എനിക്ക് നാളെ എന്നെ കുറ്റം പറയുന്നത് പറഞ്ഞിട്ട് ആ 2 പേരെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെയാണ് ഈ സാധനം കൊണ്ടുവന്ന് തരികയാണ് പോലീസ് മുമ്പിൽ. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന് അവൻ അയച്ചത് ഇവരറിഞ്ഞിട്ടാണ്. അതെ, ഇതാണ് മിറാക്കിൾ. അങ്ങനെ മിറാക്കിൾ സൃഷ്ടിക്കുകയാണ്. അതിൽ വേറൊരു കാര്യമുണ്ട്. ഈ ഗ്രൂപ്പിലുള്ള ആരും പരസ്പരം ഒന്നും സംസാരിക്കരുത് എന്ന് നിയമമുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പാടില്ല. സംസാരിച്ച പുറത്താക്കും. ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും. പക്ഷേ എനിക്ക് 2 ആഴ്ചക്ക് കടമായിട്ടാണ് 50,000 രൂപ തന്നതെന്നും അത് വെളിപ്പെടുത്തി അതിൻ്റെ റെസീപ്റ്റ് കൊടുത്ത ആളിനെ എന്തുകൊണ്ട് നീ അന്ന് അയാളെ കോണ്ടാക്ട് ചെയ്തു എന്ന് പറഞ്ഞ് പുറത്താക്കിയിട്ടില്ല. ഇന്നും പുറത്താക്കിയിട്ടില്ല. ദാറ്റ് മീൻസ് അയാൾ ഇയാളുടെ ആളാണ്. ഞാൻ അയാളുടെ പുറകെ പോകുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട എന്താണെന്ന് വെച്ചാൽ, അയാൾ വേറൊരു വലിയ സംവിധാനത്തിൻ്റെ വലിയ തട്ടിപ്പ് കേന്ദ്രത്തിൻ്റെ ഒരു കണ്ണിയാണ്. ഹൈറിച്ച് എന്ന് പറഞ്ഞിട്ട്, ഹൈറിച്ച് പ്രതാപൻ ജയിലിൽ കിടന്ന് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഹൈറിച്ചിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ വീട്ടിൽ നിന്ന് പൈസ വാങ്ങിക്കാനായിട്ട് ഇരിക്കുന്ന ആളാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിലെ. അങ്ങനെ ഒരാളാണ് ഇതിൻ്റെ പുറകെ പൈസ എത്തിച്ച ആൾ. അയാൾക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് ഇവർ 3-4 പേര് ചേർന്ന് ആളുകളുടെ വീട്ടിൽ വന്ന് പൈസ വാങ്ങിച്ച് കോഴിക്കോടുള്ള ഒരു കക്ഷിക്ക് അയച്ചു കൊടുത്ത് അവിടെ നിന്ന് അതിനെ ഡോളറാക്കി കൺവേർട്ട് ചെയ്ത് ക്രിപ്റ്റോ കറൻസി ആയിട്ട് ചെയ്ത് അങ്ങനെ ആളുകൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വർക്ക് ചെയ്യുന്ന
ഈ പ്രതാപൻ്റെ ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന വേറൊരു വലിയ പഴയ നോട്ടിലിട്ടിപ്പ് ഗ്യാങ്. അവരാണിത് ഈ പൈസ കൊണ്ടുവന്ന് എത്തിച്ചത്. പിന്നെ അവർക്ക് 50,000 കൊടുത്ത് 3 കോടി കിട്ടുകയാണെങ്കിൽ അവരതിന് ശ്രമിക്കുമല്ലോ. അത് അവരുടെ സ്വാഭാവികമായിട്ടുള്ള അവരുടെ ജീവിത ലക്ഷ്യമാണ്, അവരുടെ ജീവിത മാർഗമാണ്. അതെ, മറ്റേ ലോഡിങ് തൊഴിലാളി ചുമടെടുക്കുന്ന പോലെയാണ് അയാളത് ചെയ്യുന്നത്. കാരണം അയാൾക്ക് ജീവിതത്തിൽ അത് മാത്രമേ ഉള്ളൂ പരിപാടി. അതെ, ഇപ്പം അതിൻ്റെ ട്രാക്ക് മനസ്സിലായില്ലേ? അത്ഭുതങ്ങൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഈ മുഹസാൻ ഒരു പഴയ ചരിത്രമുണ്ടല്ലോ, അത് അങ്ങ് തുടക്കത്തിൽ ഞാനത് പ്രതീക്ഷിച്ചു, അങ്ങ് അത് മുതൽ തുടങ്ങി. പക്ഷേ നമുക്ക് അതും കൂടെ പറഞ്ഞ് തുടങ്ങാമെന്ന് തോന്നുന്നു. ഹിമാലയൻ, അതെ, ഹിമാലയൻ അഷ്റഫ് നമ്മൾ ഈ പറയാൻ തയ്യാറാവുന്നു എന്ന് പറയുന്ന സമയത്ത് ഇത് പറയാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ പറയാനുള്ള ബാക്ക്ഗ്രൗണ്ട് കപ്പാസിറ്റി ഇല്ലാത്ത, അത്രയ്ക്ക് ധൈര്യമില്ലാത്ത കുറേയധികം ആൾക്കാരുണ്ട്. അവരിങ്ങനെ സാധനം കൊണ്ടൊന്നും തരികയാണ്. ഈ ഹിമാലയൻ അഷ്റഫിൻ്റെ അത് ഓഫ്ലൈൻ പ്രോഗ്രാമായിരുന്നു. അതിൽ ഇദ്ദേഹം ഉണ്ട്, ഈ മുഹമ്മദ് സനീബ് എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ട്. അതിനുശേഷവും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പല മേഖലയിലും മുഹമ്മദ് സനീബ് ക്ലാസ് എടുക്കുന്നുണ്ട്. മുഹമ്മദ് സനീബിൻ്റെ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ അവിടെയൊക്കെ മുഹമ്മദ് സനീബ് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളിതൊക്കെ ചെയ്ത് ജയിലിൽ പോയാലും തിരിച്ചു വന്ന് നിങ്ങളിതൊക്കെ തന്നെ ചെയ്യില്ലേ എന്ന് അണികളോട് ചോദിക്കുന്നുണ്ട്. യെസ് എന്നവരെ കൂടെ പറയുന്നത്. ദാറ്റ് മീൻസ് അവർ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. ജയിലിൽ പോവും, തിരിച്ചു വന്നാൽ ഇത് തന്നെ ചെയ്യും, പൈസ ഉണ്ടാക്കും. മണി മേക്കിംഗ് ആണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിനുവേണ്ടി അവരെന്തും ചെയ്യും. അതിന് ആത്മീയതയൊക്കെ ആത്മീയതയൊന്നും ഒന്നുമില്ല അവർക്ക്. അയാൾക്ക് ആത്മീയതയുമില്ല, അയാൾക്ക് ദൈവ വിശ്വാസവുമില്ല, അയാൾക്ക് ഒന്നും വിശ്വാസമില്ല. അയാൾക്ക് ആകെ വേണ്ട എന്താണ്? പൈസ വേണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാവോ. ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു ഈ ഹിമാലയൻ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു അത്. ഹിമാലയൻ അഷ്റഫുമായിട്ട് ഇദ്ദേഹത്തിന് ഒരു ബന്ധമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയും ഒന്ന് തന്നെയാണ്. അസിസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനാണ്. വളർന്നുപോയി. ഹിമാലയൻ അഷ്റഫ് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഗുരു എന്നുള്ള രീതിയിലേക്ക് തന്നാൽ ഞാൻ ജീവിച്ചു പോയായിരുന്നു എന്നുള്ള രീതിയിൽ ഒന്ന് അപമാനിച്ച്. ഇടയ്ക്ക് ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഈ അടുത്ത കാലത്തും കൂടെ ഞാൻ കണ്ടത്. പക്ഷേ ഈ വിഷയങ്ങൾക്ക് ശേഷം ആ വീഡിയോ ഇപ്പം അപ്പ് ചെയ്യുന്നില്ല. ഈ ഹിമാലയൻ അഷ്റഫിൻ്റെ വീഡിയോകൾ അദ്ദേഹം കോട്ടൊക്കെ ഇട്ടിട്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, കുറേ കാര്യങ്ങൾ പറയുന്നു, വീണ്ടും വന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങയുടെ ഈ ഇൻ്റർവ്യൂവിന് ശേഷം പല എൻ്റെ വീഡിയോയ്ക്ക് ശേഷം അല്ല കേട്ടോ, അതൊരു തെറ്റിദ്ധാരണയാണ്. സുധീർ കബീർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു വിദ്വാനുണ്ട്, മിടുക്കനാണ്. അപ്പം ആദ്യം ഈ സുധീർ കബീറിനെ കൊന്നു കൊലവിളിക്കാനുള്ള ഒരു ദേഷ്യം എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ സാധനം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ നിന്ന് പൊളിച്ചപ്പോൾ ഞാൻ ഇയാളോട് വഴക്ക് കൂടിയിട്ടുണ്ട്. ഇയാളെ വല്ലാതെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ മോസാന്റെ ആളായിട്ട് സുധീർ കബീറിന് ആദ്യം ഇന്റർവ്യൂ കൊടുത്ത് ഞാനാ. മോസാന്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കരുതുന്നത് അല്ല, ഇയാൾ വേറൊരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ സുധീർ കബീർ അപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കം ഉപയോഗിച്ച് പറയാണ്, ഇയാൾ ചെയ്യുന്നത് തട്ടിപ്പാണ്. കൃത്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ സുധീർ കബീറാണ്. അതെ അതെ അതെ, ശരിയാണ്. അതിന് ശേഷമാണ് ഈ എല്ലാ വീഡിയോകളും ഇന്ന് പോയത്. ആ വിരൽ പിടിച്ച് വന്നു. ഈ ഒരു ദിവസം ഇയാൾ വിരൽ പിടിച്ച് വരികയാണ്, ഞാൻ ഈ പരിപാടി നിർത്തുകയാണ്, ഇതെല്ലാം കളയുക, അത് പോയി, മോസാൻ പോയി, മോസാൻ ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞത്, മോസാൻ കുംഭമേളയ്ക്ക് അലഞ്ഞു നടക്കണ്ടായിരുന്നു മണപ്പുറത്തോടെ. സുധീർ കബീർ മോസാനെ എടുത്തു, 3 നേരം ഭക്ഷണം കൊടുത്തപ്പോൾ വീട്ടിലിരുത്തിയിട്ടുണ്ട്.